ഹലോ, അപ്പം നമ്മൾ എൻഫ ഹെറിറ്റേജ് വില്ലേജൊക്കെ കണ്ടെന്ന് പറഞ്ഞില്ലേ, അത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കാറിലിങ്ങനെ പോകുമ്പോഴാണ് ഒരു ബ്രൗൺ ബോർഡ് കാണുന്നത്. ഓക്കെ, വീണ്ടും ഒരു ഹെറിറ്റേജ് വില്ലേജ് തന്നെയാണ്, പക്ഷേ നമുക്കത് കാണാതിരിക്കാൻ പറ്റില്ല. ഇത്ര ദൂരം ട്രാവൽ ചെയ്ത് വന്നല്ലേ, അപ്പോൾ വിചാരിച്ചു ഇതിനകത്ത് എന്തുള്ളത് നോക്കാം അല്ലേ. അപ്പോൾ റോഡ് സൈഡിലൊരു ബോർഡ് ഉണ്ടായിരുന്നു, അൽ മസ്കി ഹെറിറ്റേജ് വില്ലേജ്. അങ്ങനെ അത് വെച്ച് വെറുതെ കാർ എടുത്തിട്ട് വന്നതാണ്, ഡയറക്ഷനൊന്നുമില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ വന്ന് ഇവിടെ എത്തി ഒരു സ്ഥലത്തൊക്കെ. അപ്പം നമ്മളിപ്പോൾ ആ വില്ലേജിനകത്ത് കയറാൻ പോവാണ്. അപ്പോൾ നമുക്ക് നടന്നിട്ട് നോക്കാം അതിനകത്ത് എന്തുള്ളത്. അപ്പോൾ ഈ വില്ലേജ് ഉണ്ടല്ലോ, അബഹാന്ന് 33 കിലോമീറ്റർ ഉണ്ട് ഇവിടത്തേക്ക്. പിന്നെ ഇത് ആക്ച്വലി അബഹ ടു തന്മിയ റോഡിലാണ് ഈ വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ലൊക്കേഷനൊന്നും ഇതിൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വേണമെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലൊക്കേഷൻ്റെ ഒരു ലിങ്ക് ഇടാൻ ട്രൈ ചെയ്യാം. ലിങ്ക് ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എന്തായാലും ഇടും പറ്റുന്നെങ്കിൽ. അപ്പോൾ ഈ ഒരു വില്ലേജ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇതുവരെ കണ്ടതുപോലൊന്നല്ല, അതൊക്കെ മേലെയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞെങ്കിൽ ഈ വില്ലേജിന് 2000 കൊല്ലത്തിന് മേലെ പഴക്കമുണ്ട്. അപ്പോൾ ഇത് സൗദിയിലെ തന്നെ വൺ ഓഫ് ദ പഴയ വില്ലേജാണ്. ഓക്കെ, അപ്പോൾ 2000 കൊല്ലം പഴക്കം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പഴയ വില്ലേജ് ഇവിടെ. പിന്നെ ഇത് മൊത്തത്തിൽ 78,500 സ്ക്വയർ മീറ്റേഴ്സ് ഉണ്ട് ഈ വില്ലേജ്. ഇത്ര വലുതല്ലേ. നിങ്ങളടുത്ത് സംസാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഡോറൊന്നും നോക്കാതെ നടന്നതൊക്കെ. ഇതാ നോക്കി ഇവിടെ ഡോറെല്ലാം അറബിയിലെല്ലാം എന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഭയങ്കര ഡിഫറെൻറ്റ് ഡോറല്ലേ. ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നു. അപ്പം ഞാനിവിടെ അറബിയിൽ എഴുതിയെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതെന്താ എഴുതിയത് അറിയോ? ഇതിനകത്ത് ഇത് ഫുഡ് സ്റ്റഫ്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഇതിനകത്ത് ഫുഡ് സ്റ്റഫ്സ് എല്ലാം സ്റ്റോർ ചെയ്തതെന്നാണ് എഴുതിയിട്ടുള്ളത്. എനിക്കിത് പണ്ട് കാലത്ത് എഴുതിയതാണോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് എഴുതിയതാണോ അതൊന്നും നമുക്കറിയില്ല. പക്ഷെ ഈ ബോർഡ് കണ്ടിട്ട് എന്തായാലും പുതിയ ബോർഡല്ല, ഒരു പഴക്കല്ലുണ്ട്. അപ്പം ഇവിടെ നമുക്കൊരു വലിയ ഡോറ് കാണുന്നുണ്ട്. മാത്രം ഇത് ഒരു വലിയ ബോട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കൊമേഴ്ഷ്യൽ സെൻറ്റർ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഓണർ മസ്ഹർ ബിൻ സഹ്മാൻ ഖുറൈ എന്ന് പറയുന്ന ഒരാളായിരുന്നു എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. എന്ത് കാണാം? ഇതിനകത്തേക്ക് നോക്കുമ്പം വീടുകളും പിന്നെ കുറച്ച് ബിൽഡിങ് അങ്ങനത്തതാണ് ഇതിനകത്ത് കാണുന്നുള്ളത്. എനിക്ക് ഷോപ്പിംഗ് സെൻറ്റർ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കൊമേഴ്ഷ്യൽ സെൻറ്റർ എന്ന് പറയുമ്പോൾ. ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഇത് ലോക്കറ്റ് പൂട്ടിയിട്ടുള്ളത്. ഇതിൽ തുറക്കണേ, പിന്നുണ്ട് തുറന്നെങ്കിൽ. ഓക്കെ, ഇനി നോക്കാം നടന്നിട്ട്. അപ്പം ആ ഒരു ഡോറിന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നറിയില്ലേ, ഫുഡ് സ്റ്റഫ്സ് സ്റ്റോർ ചെയ്യുന്നത്. അത് കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പം പറഞ്ഞില്ലേ ഇത് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്. ഇപ്പം ഈ ഒരു ഡോറിൽ എഴുതി വെച്ചിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് സെയിലിന് യൂസ് ആക്കുന്ന ഈ ഷോപ്പ് എന്നാണ്. അങ്ങനെ പറഞ്ഞെങ്കിൽ ഹോട്ടലായിരിക്കും. അപ്പം ഇത് പണ്ട് കാലത്ത് ഇവിടെ ഇങ്ങനെ ഒരു ലെയിനും പിന്നെ അതിൽ കുറേ ഷോപ്സും അങ്ങനെ ഉള്ളതാന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് സ്വീറ്റ്സും കോഫീൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പ് എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇവിടെ ഈ ഡോറെല്ലാം പൊട്ടീന്. അപ്പോൾ ഒരു ഏരിയ ഇത് പണ്ടത്തെ ഷോപ്പായിരിക്കണം. ഇവിടെ നടക്കുന്ന ഈ ഏരിയയെല്ലാം നല്ല രസമുണ്ട്. ഓക്കെ, തലമുട്ടുമെന്ന് പേടിയാണ്. പക്ഷെ ഇതാ ഇതിൻ്റെ റൂഫെല്ലാം നോക്ക്, നമ്മളെ മരത്തിലാണ് ഫുൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല രസമുണ്ടല്ലോ ഈ ഒരു ഏരിയ. ഇങ്ങനെ ഒരു ഗുഹ പോലെ ഇങ്ങനെ വന്നിട്ട് ഇത് ഇവിടെ ഒരു ഡോറ്. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഡോർ തന്നെയാണ് കേട്ടോ ഞാൻ ആലോചിക്കുന്നത്. എല്ലാം ചെറിയ ചെറിയ ഡോർസ് അല്ലേ. ഇപ്പോൾ പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ പഠിച്ചിരുന്നു, എല്ലാവരും ഹൈറ്റ് കുറഞ്ഞ മനുഷ്യന്മാരായിരുന്നു, അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഒന്ന്, ഇവിടെ ഫുള്ളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിങ്ങനെ കിടക്കുന്നല്ലേ. ഓ, പിന്നിതാ ഇവിടെ കണ്ടോ, നമ്മളിപ്പം മറ്റേ എൻഫ വില്ലേജിൽ പോയില്ലേ, അതുപോലെ തന്നെയല്ലേ ഇവിടുത്തെ കൺസ്ട്രക്ഷനും ചെയ്തിരിക്കുന്ന. ആ കല്ലിനെ പുറത്തേക്ക് ആക്കിയിട്ട് ആ ഒരു കൺസ്ട്രക്ഷൻ അതന്നെ. ഓ, അപ്പം ഇവിടെ ഫുൾ ഈ ഒരു ഇത് കാണുന്നില്ലേ, ഇത് ആക്ച്വലി ഇവിടെ നടക്കുന്ന റോഡാണ് കേട്ടോ. അപ്പം ചില റോഡിൽ അവരിങ്ങനെ ചില വഴിയിൽ അവരിങ്ങനെ റൂഫ് പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ 21 റൂഫ് ചെയ്ത് വെച്ചത് ഇങ്ങനെ 21 ഉണ്ട് എന്നാണ് ഈ വഴിയിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതിൻ്റെ ഒരു കാരണം അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി റീസൺസ് കൊണ്ടാണ് ഇങ്ങനെ ഒരു റൂഫ്ഡ് വഴി ആക്കിയത് എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണമൊന്നും നമുക്കറിയില്ലല്ലോ ഇപ്പോൾ. അപ്പം ഈ ഒരു വില്ലേജിനെ പറ്റിയിട്ട് ആക്ച്വലി പറഞ്ഞെങ്കിൽ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഖുറാനിൽ അല്ലാഹ് സൂറ സബാല് ഈ ഒരു വില്ലേജിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്.
പിന്നെ നമ്മൾ നേരത്തെ അല്യൻഫാല് കണ്ടതുപോലെ തന്നെ ഇവിടെയും ചുറ്റും കാക്ടസ് മരങ്ങളാണ്. ഇതാ നോക്ക്, നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. വീടിന്റെ മേലെയായിട്ടും അങ്ങനെയൊക്കെയാ ഉള്ളത്. അപ്പം നമ്മളിങ്ങനെ വില്ലേജിൽ കൂടി നടക്കുമ്പോൾ ഇവിടെ വേറൊരു ഷോപ്പ് കണ്ടു. അപ്പം ഇവിടെ എഴുതി വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പെർഫ്യൂം, ഡ്രസ്സ് അങ്ങനത്തെ എല്ലാം വിൽക്കുന്നത് എന്നൊക്കെ. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ റൂമിനകത്ത് റൂഫ് നോക്ക്, ഇതെല്ലാം വുഡിനെ കൊണ്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഏകദേശം കണ്ട കൺസ്ട്രക്ഷനിലെല്ലാം ഇങ്ങനെ തന്നെ അല്ലേ, മേലെ റൂഫ് വുഡിലല്ലേ അല്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലായിടത്തും. ഇതൊരു നല്ല ഷോപ്പ്. നമുക്കിവിടെ ഒരു ബുട്ടികളെ തുടങ്ങിയാലോ ഇതിനൊന്ന് ഏറ്റെടുത്ത്. അപ്പം നമ്മൾ വീണ്ടും ഒരു റൂഫ്ഡ് വഴി കണ്ടു. പക്ഷെ ഇത് കുറച്ച് നീളം കൂടുതലുള്ള വഴിയാണ് കേട്ടോ. ഇതിനകത്ത് ലൈറ്റ് ഇതൊന്നുമില്ല, പക്ഷെ നമുക്ക് സൂര്യൻ്റെ വെളിച്ചമുണ്ട് നടന്നു വരാൻ. അപ്പം ഇവിടെ നമുക്ക് ഓരോ വീടുകളാണെന്ന് തോന്നുന്നു. ബിക്കോസ് ഷോപ്പാണെങ്കിൽ ഒരു ഇതെല്ലാം ഉണ്ടാവും. ഇതങ്ങനല്ല, ഡോറിൻ്റെ അകത്ത് കൂടി നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കുറേ റൂമുകളായിട്ടാണ് കാണുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇത് ഈ വഴിയിലുള്ള വീടുകൾ അല്ലെങ്കിൽ ഷോപ്പുകൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പം ഇവിടെ മൊത്തം 450 ഇങ്ങനത്തെ വീടുകളുണ്ട്. ഓക്കെ, അപ്പം ഈ അടുത്ത് വരെ 150 വീടുകളിൽ ആളുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇവിടെ ഫുൾ ചുറ്റിക്കറങ്ങിയപ്പം എനിക്ക് ആ ഒരു എന്തൊരു ഫീല് കിട്ടിയത് അറിയോ, ഒരു പണ്ടത്തെ ആൾക്കാർ അവർ താമസിച്ച വീടുകളും പിന്നെ വഴികളും ലൈക്ക് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല അവർ ഇവിടെ താമസിച്ചതിലേക്ക്. നമുക്ക് അതൊന്നും ആലോചിക്കാൻ പറ്റില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ആ ഒരു ഇത് വെച്ചിട്ട് ഇവിടെ പണ്ടുകാലത്തെ ആൾക്കാർ എങ്ങനെയായിരിക്കും നിന്നിട്ടുണ്ടാവില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഇപ്പം നമ്മൾ ആക്ച്വലി വില്ലേജിലൊക്കെ കറങ്ങി ഇപ്പം അതിൻ്റെ പുറത്തെത്തി. ഓക്കെ, പക്ഷേ ഇതിനകത്ത് ആക്ച്വലി പറഞ്ഞെങ്കിൽ 67 വാച്ച് ടവറും പിന്നെ ഒരു പള്ളിയൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ നമ്മൾക്കതൊന്നും കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ കുറേ വീടിൻ്റെ ഡോർ അടിച്ചിട്ടുണ്ടായി, കുറേ വീടിൻ്റെ അടുത്ത് തുറന്നിട്ടുണ്ടെങ്കിലും അതിനകത്ത് കുറേ എന്താ പറയുക മരങ്ങളൊക്കെ ഡംപ് ചെയ്തിട്ടാണ് ഉള്ളത്. പിന്നെ ആ ഒരു കൊമേഴ്ഷ്യൽ സെൻറ്റർ കണ്ടില്ലേ, അത് അടിച്ചിട്ടുണ്ടായത്. ചിലപ്പോൾ പള്ളി അതിനകത്തായിരിക്കും അല്ലേ, ഒരു ഷോപ്പിംഗ് സെൻറ്ററും പള്ളിയൊക്കെ ആയിട്ട് അതിനകത്താണെങ്കിലോ അല്ലേ. അപ്പോൾ ഈ ഒരു വില്ലേജും ആക്ച്വലി സൗദി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്ത് അതിൻ്റെ അവിടെ എന്താ പറയുക ഇവിടെ സമ്മർ ഫെസ്റ്റിവലും അതൊക്കെ നടത്തുന്നുണ്ട് എന്നാണ് കേട്ടത്. അപ്പം സമ്മറിൽ വന്ന് നോക്കണം. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ തേടിയുള്ള നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.